വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ രാഷ്ട്രീയ ചരിത്രവും അവിടുത്തെ രാഷ്ട്രീയ ചരിത്രവും സാമൂഹിക ചിത്രം അത് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നതാണ്. അപ്പോൾ അത് അർജൻറ്റീനയെക്കുറിച്ചിട്ട് സ്വാഭാവികമായിട്ടും നമ്മൾ സംസാരിച്ചു. അർജൻറ്റീനയിൽ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സെനാരിയോ എന്താണ്, ഹാവിയർ മിലിയാണ് അവിടെ ഭരിക്കുന്നത്, അങ്ങേരുടെ നിലപാടുകൾ എന്താണ്, അങ്ങനെ അതിഭയങ്കരമായ പ്രോ ഇസ്രായേലി പൊസിഷൻ എടുക്കുന്ന ആളാണ്. പ്രോ ഇസ്രായേലി പൊസിഷൻ മാത്രമല്ല, അതിൻ്റെ പരമാവധിയിൽ ഞാൻ ഒരു ഇസ്രായേലി ജൂ ആയിരുന്നെങ്കിൽ എത്ര നന്നായനെ എന്നൊക്കെ സ്വയം ആത്മകഥം ചെയ്തിട്ടുള്ള ആളാണ്. ഞാൻ ഇങ്ങേരുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടു. നെതന്യാഹുവിനെ ചോദിക്കും നിങ്ങൾ കളി കാണാറുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കാണാറുണ്ട്. അപ്പോൾ ബെസ്റ്റ് ടീം ഏതെന്ന് വെച്ചാൽ മെലിയുടെ ടീമാണെന്നാണ് പറയുന്നത്, അല്ലാതെ മെസ്സിയുടെ ടീമാണെന്നല്ല. ഹെവർ മെലിയുടെ ടീമാണ് അങ്ങേരുടെ ബെസ്റ്റ് ടീം. ആ നിലക്ക് അവർ തമ്മിൽ വലിയതുണ്ട് എന്ന് വെച്ച് നമ്മളതിൽ പറഞ്ഞു എന്ന് വെച്ചിട്ട് അർജൻറ്റീന ടീം എന്ന് പറയുന്ന ഒരു ഇസ്രായേലി ടീമാണ്, അല്ലെങ്കിൽ അവർ ഇസ്രായേലി ഫാൻസാണ്, അവർ ഇസ്രായേലിൻ്റെ ഈ തോന്നിയാസങ്ങളൊക്കെ അത് അനുകൂലിക്കുന്ന ആളുകളാണ് എന്നും തീർപ്പിലെത്താൻ പറ്റില്ല. അവിടുത്തെ ഇപ്പോഴത്തെ പ്രസിഡൻറ്റ് ഈ നിലപാടുള്ള ആളാണ്. അവരുടെ ടീമിലെ പല ആളുകളും റേഷ്യലായിട്ടുള്ള സമീപനങ്ങൾ മുമ്പ് സ്വീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ കപ്പ് നേടി തിരിച്ചു പോയപ്പോൾ അത് നമ്മൾ അവരുടെ ബ്യൂണസ് ഐറീസിലെ അവരുടെ പ്രകടനത്തിൽ വിജയാഘോഷ റാലിയിൽ നമ്മളത് കണ്ടതാണ്. അപ്പോൾ ഇത്തരം സംഗതികൾ എല്ലാ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ആ രാജ്യങ്ങളുടെ സാമൂഹിക ചിത്രം, പൊളിറ്റിക്കൽ ഹിസ്റ്ററി, പൊളിറ്റിക്കൽ ഡിസ്പെൻസേഷൻ, ഇപ്പോൾ ഭരിക്കുന്ന ആരാണ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. പക്ഷേ നമ്മൾ അന്ന് അർജൻറ്റീനയെക്കുറിച്ച് അന്ന് സംസാരിച്ചപ്പോൾ വലിയ ബഹളമായിരുന്നു സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ അർജൻറ്റീന എന്ന് പറയുന്ന രാജ്യത്തിന് ഒരു ചരിത്രമുണ്ട്. അതിൽ റേസിസം എന്നുള്ളത് വളരെ പ്രകടമായിട്ട് വരുന്നുണ്ട്. ഞാൻ ഇന്നലെ മിനിയാന്ന് ഇവരൊരു ഡോക്യുമെൻ്ററി ഇറക്കിയിട്ടുണ്ട്, ജർമ്മൻ ചാനൽ DWയുടെ ഡോക്യുമെൻ്ററി അർജൻറ്റീനയുടെ റേസിസ്റ്റ് ഹിസ്റ്ററിയെക്കുറിച്ചാണ്. അതിൽ ഒരു 1868 അവിടുത്തെ പ്രസിഡൻറ്റ് അർജൻറ്റൈൻ പ്രസിഡൻറ്റ് ഡൊമിംഗോ സരമെന്തോ എന്ന് പറയുന്ന പ്രസിഡൻറ്റിൻ്റെ കീഴിൽ നടപ്പിലാക്കിയ ഒരു പ്രോഗ്രാമിന് ഒരു പ്രോജക്റ്റ്, ഒരു സ്റ്റേറ്റ് സ്പോൺസേഡ് പ്രോജക്റ്റാണ്. ബ്ലാങ്കമെന്തോ എന്നാണ് പ്രോജക്റ്റിൻ്റെ പേര്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ സ്പാനിഷ് വാക്കിൻ്റെ അർത്ഥം വൈറ്റനിങ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അർജൻറ്റീനയെ വൈറ്റ് ആക്കുക. അർജൻറ്റൈൻ നാഷണൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് യൂറോപ്യൻ വൈറ്റ് ഐഡൻറ്റിറ്റിയാണ്. അതിലേക്ക് രാജ്യത്ത് കൊണ്ടുപോകുക എന്നുള്ള ഒരു പ്രോജക്റ്റാണ് ബ്ലാങ്കമിയന്തോ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ്, ഒരു നാഷണൽ പ്രോജക്റ്റായിട്ട് നടപ്പിലാക്കുകയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അക്കാഡമിക്സ് റീറൈറ്റ് ചെയ്യുന്നു, അവിടുത്തെ ഹിസ്റ്ററി റീറൈറ്റ് ചെയ്യുന്നു, അവിടുത്തെ കൾച്ചറൽ കൾച്ചറൽ പ്രോഡക്ട്സ്, സിനിമ, മ്യൂസിക്, ഇതിനെല്ലാം നമ്മളൊരു വൈറ്റ് ആന്ത്രോപോളജി അതെ ഇത് അവിടുത്തെ ഇൻഡിജിനസ് പീപ്പിൾ അവരെ ഇറേസ് ചെയ്യുക, അവരുടെ കൾച്ചർ, അവരുടെ ഹിസ്റ്ററി, അവരുടെ വിസിബിലിറ്റി അത് ഇറേസ് ചെയ്യുക. ലക്ഷക്കണക്കിന് ആഫ്രിക്കൻ സ്ലേവ്സ് നേരത്തെ അവിടെ കൊണ്ടുവന്ന് തള്ളിയ ആഫ്രിക്കൻ സ്ലേവ്സ് ഉണ്ട്, അർജൻറ്റീനയെ വളർത്തിയെടുക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചവരാണ്. അവരെ ഇറേസ് ചെയ്യുക, അവരെ ഇൻവിസിബിൾ ആക്കുക. ഇതാണ് ആ പ്രോജക്റ്റ്. അതൊരേ സമയം അതൊരു ഒരു ബ്രൂറ്റൽ മിലിറ്ററി പ്രോജക്റ്റ് ആയിരുന്നു, ഒരു അക്കാഡമിക് കൾച്ചറൽ ഇൻ്റലക്ച്വൽ പ്രോജക്റ്റ് കൂടെ ആയിരുന്നു. ഇത് രണ്ടും കൂടെ ഇതാണ് ബ്ലാങ്കമിയന്തോ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ആളുകളെ ഡിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കൊല്ലുന്നുണ്ട്, 10,000 ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട്, ഫോഴ്സ്ഡ് മൈഗ്രേഷൻ നടക്കുന്നുണ്ട്, ഡിപ്പോർട്ടേഷൻ നടക്കുന്നുണ്ട്, വലിയ ഘട്ടോകളിൽ ആളുകളെ കൊണ്ടുപോയി ഇടുന്നുണ്ട്, റെക്കോർഡ്സ് ഇല്ലാതാക്കുന്നുണ്ട്. 1788 നടന്നിട്ടുള്ള സെൻസസിൽ അവിടെ 1/3 ഈ പറയുന്ന ആഫ്രിക്കൻ ഡിസെൻഡൻസും ഇൻഡിജിനസ് പീപ്പിളും അവിടുത്തെ അർജൻറ്റൈൻ സെൻസസിൽ ഉണ്ടെങ്കിൽ 2022 സെൻസസിൽ 1% മാത്രമേ ഉള്ളൂ അവിടുത്തെ പോപ്പുലേഷനിൽ. അപ്പോൾ ആ ഒരു ജനത ഇൻവിസിബിൾ ആക്കുക എന്നുള്ളത് ഒരു സ്റ്റേറ്റ് പ്രോജക്റ്റായി നടപ്പിലാക്കിയ ഒരു രാജ്യമാണ്. റേസിസം എന്നുള്ളത് അവരുടെ നാഷണൽ ഐഡൻറ്റിറ്റിയുടെ ഭാഗമായിട്ട് ഭരണകൂടം തന്നെ കൊണ്ടു നടന്നതാണ്. 1989 മുതൽ 99 വരെ പ്രസിഡൻ്റ് ആയിരുന്ന ആളാണ് കാർലോസ് മെനത്തിൻ്റെ കുപ്രസിദ്ധമായിട്ടുള്ള 96 നടത്തിയ കുപ്രസിദ്ധമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, ദർ ഇസ് നോ ബ്ലാക്ക് മെൻ ഇൻ അർജൻറ്റീന, ഇറ്റ്സ് എ ബ്രസീലിയൻ പ്രോബ്ലം എന്ന് പറയുന്നുണ്ട്. ആ വാക്കിലെ അപകടങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമത് നമുക്ക് അർജൻറ്റീനയിൽ ബ്ലാക്ക് ഇല്ല എന്നുള്ളത് അദ്ദേഹം വലിയൊരു സംഭവമായിട്ട് പറയുകയാണ്. ആൻഡ് ടു ബി ഇവിടെ ബ്ലാക്ക് ഉണ്ടാവുക എന്നുള്ളത് എന്താണ്, അതൊരു പ്രോബ്ലമായിട്ടാണ് കാണുന്നത്. ദാറ്റ്സ് എ ബ്രസീലിയൻ പ്രോബ്ലം. കാർലോസ് മെനം അർജൻറ്റീന രാഷ്ട്രീയ ഈ മനുഷ്യൻ ഈ കാർലോസ് മെനം എന്ന് പറയുന്ന മനുഷ്യൻ അങ്ങേര് ജന്മനാ മുസ്ലിമായിരുന്നു. അദ്ദേഹം 89 പ്രസിഡൻ്റ് ആകാൻ വേണ്ടിയിട്ട് കാത്തലിസം സ്വീകരിച്ച ആളാണ്. ബിക്കോസ് അവിടുത്തെ ഭരണഘടനയിൽ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും കാത്തലിക് ആയിരിക്കണം എന്ന് നിഷ്കർഷ ഉണ്ടായിരുന്നു. പിന്നീട് അത് മാറ്റുന്നുണ്ട്, 96 മറ്റോ ഭേദഗതി വരുത്തുന്നുണ്ട്. അങ്ങേര് ഒരു സിറിയൻ മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് മുസ്ലിമായി വളർന്ന ആളാണ്. പക്ഷേ പ്രസിഡൻ്റ് ആകാൻ വേണ്ടിയിട്ട്
ഇസ്ലാം ഒന്ന് ഉപേക്ഷിച്ച് കാത്തലിക്കായി. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഇത് അടക്കിയിരിക്കുന്നത്, മൃതദേഹം അടക്കിയിരിക്കുന്നത് മുസ്ലിം സെമിട്രിയിലാണ് പാരീസിൽ. എനിവേ, അത് വേറെ വിഷയം. അപ്പോൾ ആ മനുഷ്യരാണ് പറയുന്നത് ഇതെന്താണ്, ദർ ഇസ് നോ ബ്ലാക്ക് ഇൻ അർജൻറ്റീന, ഇറ്റ്സ് എ ബ്രസീലിയൻ പ്രോബ്ലം. അപ്പോൾ ആ നിലയ്ക്ക് ഒരു റേസിസ്റ്റ് ട്രഡീഷൻ, റേസിസ്റ്റ് ഹിസ്റ്ററി അർജൻറ്റീനയ്ക്കുണ്ട്. അപ്പോൾ അർജൻറ്റീനയെക്കുറിച്ച് രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും വരും. അപ്പോൾ അതേക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് വേറെ പണിയില്ലേ, അതാണ് ഇതാണ് എന്ന് വെച്ച് അർജൻറ്റീനൻ ടീം എന്ന് പറയുന്നത് അങ്ങനെയാണെന്നോ, അല്ല അർജൻറ്റീനൻ ഫുട്ബോൾ ഒന്നും മോശം ഫുട്ബോളൊന്നും അർത്ഥമില്ല. ഗംഭീരമായി കളിച്ച് ഇന്നലെ 13 ഫൗൾ അടിച്ചിട്ടുണ്ടെങ്കിലും അവർ കളിച്ചിട്ടുണ്ട്. അവർ ഫ്രം ബിഗിനിങ് ടു ദ എൻഡ് ആ ഒരു എനർജി കീപ്പ് ചെയ്തുകൊണ്ട് അവർ കളിക്കുന്നുണ്ട്. മറ്റൊരാൾക്ക് അത്ര എനർജി കീപ്പ് ചെയ്ത് കളിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവർ വിജയിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അർജൻറ്റൈൻ ഫുട്ബോളിൻ്റെ മനോഹാരിതയോ അതിൻ്റെ വിസ്മയ കാഴ്ചകൾ അതൊന്നും ഇല്ലെന്നൊന്നുമല്ല അതിൻ്റെ അർത്ഥം. അർജൻറ്റീനയുടെ രാഷ്ട്രീയവും ചരിത്രവും ഒക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അത്തരം കാര്യങ്ങൾ വരും, അവരുടെ പൊളിറ്റിക്കൽ പൊസിഷൻ വരും. അത് ആളുകൾ പറയുമ്പോൾ അതിനെതിരെ എന്താണ്, അത് വേറെന്തോ സംഗതിയെന്ന് വിചാരിക്കേണ്ടില്ല. അതുകൊണ്ട് നിങ്ങൾ അർജൻറ്റീനൻ ഫാൻ ആകേണ്ടതില്ല എന്നോ അഭിപ്രായം. അർജൻറ്റീനൻ ഫാൻ ആവുക, അവരുടെ കളി ആസ്വദിക്കുക, മെസ്സിക്ക് സല്യൂട്ട് അടിക്കുക, അതൊക്കെ നിങ്ങൾ ചെയ്തോളൂ. പക്ഷേ അർജൻറ്റീനയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ വരും. സ്വാഭാവികമായിട്ട് ഇവിടെ വരുന്നത് ഇപ്പം ബ്രിട്ടനുമായിട്ട് അവർക്ക് ഈ ഒരു വൈരമുണ്ട്. 82 യുദ്ധം മാത്രമല്ല, നമ്മൾ ഫിഫയുടെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ചുവപ്പ് കാർഡ് മഞ്ഞക്കാർഡ് വരുന്നത് എങ്ങനെയാണെന്നറിയോ? 86 മറ്റേ പ്രസിദ്ധമായിട്ടുള്ള ഇതില്ലേ, ദൈവത്തിൻ്റെ കൈ, കുറച്ച് എൻ്റെ തലയും കുറച്ച് പിന്നെ ദൈവത്തിൻ്റെ കൈയും ചേർന്ന ഗോൾ എന്ന് പറഞ്ഞാൽ 86 പ്രസിദ്ധമായിട്ടുള്ള മറഡോണയുടെ ഗോള്. അത് പ്രീ ക്വാർട്ടറിലാണ്. അത് ബ്രിട്ടനുമായിട്ട് ഇംഗ്ലണ്ടുമായിട്ടുള്ള കളിയാണ്. അതെങ്ങനെ മനസ്സിലാക്കണം, 82 യുദ്ധം കഴിഞ്ഞ ശേഷമുള്ള ആദ്യത്തെ കളിയാണ്. അപ്പോൾ ഇതൊന്നും ആലോചിച്ചു, അത് എത്രത്തോളം ഹൈ വോൾട്ടേജ് ഡ്രാമയായിരിക്കും എന്ന് ഓർത്താൽ മതി. അതിലാണ് ഈ പറയുന്ന ദൈവത്തിൻ്റെ കൈ വരുന്നത്. പക്ഷേ അത് ആളുകൾ വിചാരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 82 ഫോക്ലാൻഡ് യുദ്ധത്തിന് ശേഷമാണ് ഇവരുടെ വൈരം തുടങ്ങിയതെന്നാണ്. അങ്ങനെയല്ല. 66 ഇപ്പം യെല്ലോ കാർഡിൻ്റെയും റെഡ് കാർഡിൻ്റെയും ചരിത്രം എടുത്താൽ അതങ്ങനെയാണ് വരുന്നത്. 66 വേൾഡ് കപ്പിൽ ഇംഗ്ലണ്ടും അർജൻറ്റീനയും തമ്മിലുള്ള കളിയിൽ പിന്നെ അർജൻറ്റൈൻ ക്യാപ്റ്റനെ റഫറിക്ക് പുറത്താക്കേണ്ടി വരുന്നുണ്ട്. പക്ഷെ പുറത്താക്കേണ്ടി വരുമ്പോൾ ഈ അർജൻറ്റൈൻ റഫറിക്ക് ജർമ്മനും ഇംഗ്ലീഷ് മാത്രമേ അറിയുള്ളൂ. ഇയാൾക്ക് ഇത് രണ്ടും അറിയില്ല, ഈ ക്യാപ്റ്റൻ അറിയില്ല. അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. അവസാനം വേറെ ഏതൊരു ലൈൻ റഫറിയോ മറ്റോ വന്നിട്ട് ഇയാളെ പിടിച്ചുകൊണ്ടുപോവാണ് ചെയ്യുന്നത്. പോകുന്ന വഴിക്ക് ഇയാൾ ഇത് തിരിക്കുന്നുണ്ട്, നമ്മുടെ കോർണറിൽ വെക്കുന്ന ഫ്ലാഗില്ലേ, അതൊക്കെ പിടിച്ച് മെരടിയിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നം വന്നപ്പോഴാണ് ഇതിന് വേണ്ടിയിട്ട് ഈ യെല്ലോ കാർഡ് റെഡ് കാർഡ് എന്ന് പറയുന്നത് സമ്പ്രദായം തന്നെ ഫിഫ കൊണ്ടുവരുന്നത്. അപ്പോൾ അന്നത് വലിയ ഫൗളും സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള വലിയ വിവാദമായൊരു കളിയായിരുന്നു 66 കളി. പക്ഷെ അന്ന് മുതൽ ഈ പറയുന്ന വൈരം ഈ രണ്ട് ടീമുകൾക്കിടയിലുണ്ട്. പക്ഷേ 82 യുദ്ധത്തിന് ശേഷം അത് കൂടുതൽ രൂക്ഷമായി. 86 ദൈവത്തിൻ്റെ കൈ വരുന്നു. സ്വാഭാവികമായിട്ടും ഇംഗ്ലണ്ടുമായിട്ടുള്ളൊരു മത്സരം എന്ന് പറഞ്ഞാൽ ഹൈലി ചാർജ്ഡാണ്. ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും കളിക്കുന്നത് പോലെയുള്ള ഒരവസ്ഥ അതിനകത്തുണ്ട്. അപ്പോൾ അവിടെയാണ് ഇവർ ഈ ബാൻ പൊക്കിയിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് അവരുടെ നാഷണൽ ഐഡൻറ്റിറ്റിയെ അസേർട്ട് ചെയ്യുക എന്നുള്ളതാണ് അവർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഫിഫയുടെ റൂൾസ് ഇപ്പുറത്തുണ്ട്. ഫിഫ എന്ത് ചെയ്യുന്നു നോക്കാം.